മാമനോട് ഞാൻ പറഞ്ഞതാ 3 വാങ്ങിക്കാൻ, ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നേക്കുവാ. അത് പിന്നെ മോനെ, പെപ്സിക്കൊക്കെ ഭയങ്കര കാശാ. മാമന്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. അതാ മാമൻ ഒരെണ്ണം വാങ്ങിയത്. തൽക്കാലം ഇതൊരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യ്. 3 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്ക്. എടാ പാർക്കറെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. 4 എനിക്കും വേണം പെപ്സി. അതെ അതെ, എനിക്കും വേണം. ഞാൻ ഈ പണിയൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം. ഓ, ഇത് വല്ലാത്ത മുകിലായല്ലോ. എല്ലാവർക്കും കൂടി ഞാൻ എങ്ങനെ കൊടുക്കാനായി പെപ്സി? എടാ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. അരവിഞ്ഞ മുതലാളി, എനിക്കും വേണം പെപ്സി. നിനക്കും വേണം? എന്നാ പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു 5 കൂടി മേടിച്ചിട്ട് വരാം. അപ്പൊ കാശ്? പൊരി വേണോ പൊരി? പൊരി വേണോ പൊരി? ശൂന, എന്റെ മൊയിലാളിനോട് പൊരി വേണോന്ന് ചോദിക്ക്. മദിരാശിന്ന് കൊണ്ടുവന്ന നല്ല അസല് പൊരിയാണ്. പൊരി വേണോ പൊരി? മോനെ പിച്ചു, പൊരി വേണോ പൊരി? ആ ഗോപ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ മദിരാശിന്ന് ഇപ്പൊ കൊണ്ടുവന്ന പൊരിയാണ്. നമ്മളിപ്പൊ പൊരി കച്ചവടമാണ്. ആർക്ക് പൊരി വേണ? കാതറെ, നീ മീൻ കച്ചവടം നിർത്തി പൊരി കച്ചവടം തുടങ്ങിയ? അതൊക്കെ എപ്പോഴേ നിർത്തി. നമ്മളിപ്പോ ബിസിനസ് പൊരിയിലാ പിടിച്ചേക്കണേ. പെങ്ങളെ പൊരി വേണമെങ്കിൽ അക്കില് വാങ്ങിച്ച ആദായ വിലയാണ്. ഇവിടെ പെപ്സി വാങ്ങാൻ കാശില്ലാതെ അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പഴാ പൊരി. കാശൊന്നും ഇല്ല കാതറെ, പോയിട്ട് താഴവാ. ആരൊന്നും സാരില്ല ഗോപ. കാശൊക്കെ ഇജ്ജ് പിന്നെ തന്നാ മതി. അല്ലെങ്കിൽ ഇജ്ജ് നമുക്ക് എന്തോരം കാശാണ് തരാനുള്ളത്? ഈ പൊരി ചെലവാറ്റേ. ആ പാത്തൊറ്റ മോനെ പിച്ചു, അരക്കിലെ പൊരി നമ്മളിവിടെ തന്നിട്ടേ പോന്നുള്ളൂ. ഓ, കാശില്ലെങ്കിൽ വെച്ചോ, പൊരിയിലിട്ടെങ്കിലും കഴിക്കാലോ ഈ കൊക്കക്കോള പെപ്സി. ഞാൻ നമ്മളൊരു 5 കിലോ എടുക്കട്ടെ? ഓ, അത്രയൊന്നും വേണ്ട. നിക്ക് നിക്ക് നിക്ക്, എനിക്കൊരു ഐഡിയ തോന്നുന്നു. കാതർക്ക, ഇത് നല്ല പൊരിയാണോ? പിന്നെ ഇല്ലാതെ നല്ല ഫസ്റ്റ് പൊരിയല്ലേ? എന്നാ നമുക്ക് ഈ പൊരിയോട്ട് ഉണ്ടാക്കിയല്ലോ മാമ. പൊരിയുണ്ടയോ? അതെന്താ? അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. കാതർക്ക് 5 കിലോ പൊരി എടുത്തോ. നമ്മൾ വിചാരിച്ച് 5 കിലോ ഇരിക്കേണ്ടി വരും. എന്താ പിടിച്ചോളി. ഓ, എന്തായാലും പൊരി വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ പെപ്സി വാങ്ങാൻ മാർക്കറ്റിൽ പോണ്ടല്ലോ മോനെ. അത് വേണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ പൊരിയിൽ പെപ്സി ഒഴിച്ചിട്ട് പൊരിയുണ്ട ഉണ്ടാക്കാം. അപ്പൊ പെപ്സി ഫ്ലേവേർഡ് പൊരിയുണ്ട. വെറൈറ്റി അല്ലേ, വെറൈറ്റി. പെപ്സി ഫ്ലേവേർഡ് പൊരിയുണ്ടയോ? എനിക്ക് വേണം. നമ്മളൊരു കാര്യം പറഞ്ഞേക്കാണ്. കണ്ട പെപ്സിയും നിപ്സിയും ഒക്കെ ഒഴിച്ചിട്ട് നമ്മളെ പൊരി ചീറ്റായിന്ന് മാത്രം പറഞ്ഞേക്കരുത്. നല്ല അടിച്ചാമ്പോലി പൊരിയാണ് നമ്മൾ കോയമ്പത്തൂരിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ തന്നെ മദിരാശിയിലാണെന്നല്ലേ? മദിരാശിന്ന് നമ്മളൊരു വിറ്റ് പോയതാണ്. ഈ പുള്ളികൾക്ക് ഭയങ്കര ഓർമ്മയാണല്ലേ. അപ്പൊ ശരി മക്കളെ, കാശങ്ങോട്ട് എത്തിച്ചേക്കണേ. കാശൊക്കെ അങ്ങനെ എത്തിച്ചേക്കാം, നീ പൊക്കോ കാതറെ. എത്തിച്ചു തന്നെ. ഇത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പാവം കാതർ. എങ്കിൽ പിന്നെ തുടങ്ങല്ലേ? പെപ്സി ഫ്ലേവേർഡ് പൊരിയുണ്ട. അങ്ങനെ പൊട്ടി ചാട്ടി ഒഴുക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടാ പെപ്സിയുടെ ഫ്ലേവർ. അത് മൊത്തം ഒഴിച്ച് തീർക്കാതെ ഇങ്ങ് താ ആന്റി. താ ബാക്കി ഞാൻ കുടിച്ചോളാം. ഇങ്ങ് താതെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അമ്മ അത് മുഴുവനും തീർക്കല്ലേ? എനിക്കും താ. ഇതിനകത്തുണ്ട്, കൊടുക്ക ആന്റി. ഇത് ചൈനീസ് ആണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കിയുള്ളത് കോഴിയും കുടിച്ചു. അയ്യോ കഷ്ടായല്ലോ. എന്താ സുഗുണ, നിനക്ക് വേണമായിരുന്നോ? എനിക്ക് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എടി റൂബി, നീ കരയണ്ട, നിനക്കുള്ള പെപ്സി ഞാൻ മേടിച്ചു തരാം. ആദ്യം ഈ പൊരിയോട്ടൊന്ന് ഉണ്ടാക്കി കഴിയട്ടെ. അമ്പിയെ, ഇവർക്ക് വേഗം പൊരിയോണ്ട് ഉണ്ടാക്കി കൊടുക്ക്, അല്ലെങ്കിൽ അടുത്ത പെപ്സി ഞാൻ ഇപ്പൊ മേടിച്ചു കൊടുക്കേണ്ടി വരും. ശരി. എനിക്ക് വേണം ആദ്യം. ഇതെത്താ ഫ്ലേവർ മാത്രല്ലല്ലോ, കളറ് വരെ പെപ്സിയുടെ. ആന്റി, എനിക്ക് ഒരെണ്ണം തരുമോ? നീ എടുത്തോ, എല്ലാവർക്കും ഉണ്ട്. പിടിച്ചോ. നീ പെപ്സി മുഴുവൻ കുടിച്ചില്ല, അപ്പൊ ഇത് മുഴുവൻ എനിക്കാ. അത് ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ റൂബി. നോക്കട്ടെ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഞാനിത് തിന്നാൻ പോവാ. കഴിച്ചോളാ കുറുമ്പ. ആന്റി, ഇതൊരു പെപ്സി മിഠായി തിന്നുന്ന പോലെ തന്നെയുണ്ട്. സൂപ്പർ യമ്മി. എങ്ങനെയുണ്ട് റൂബി?